ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഒരു പയൽ റീഡിംഗ് ആണുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 2 പയൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പയൽ ഒരു ഈ റെഡ് കളർ നെയിൽ പോളിഷാണ്. സെക്കൻഡ് പയൽ ഈ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതിൽ ഈ 2 ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് നിങ്ങളുടെ പയലായിട്ട് സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾ പയൽ സെലക്ട് ചെയ്യുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ ടൈംലെസ് ആണ്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഒരു റീഡിംഗ് കാണാൻ. അപ്പോൾ ഫസ്റ്റ് പയല് ഈ ഒരു റെഡ് കളർ നെയിൽ പോളിഷ്. അപ്പോൾ ഇതിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പാസ്റ്റ് കുറച്ചൊന്ന് നോക്കാം. അപ്പോൾ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യം ഒരുപാട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പ്രസൻറ്റും ഫ്യൂച്ചറുമാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പാസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. 8 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ നിങ്ങൾ ഇതിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരായിരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഇതിന്ന് ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഏറ്റവും ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിലപ്പുറം വേറെ ഒന്നുമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിൽ തന്നെ ഒരു സ്വയം നിങ്ങളങ്ങ് ഒരു ബന്ധിച്ചു കിടന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആളിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നു എന്നാണ് കാണുന്നത്. അന്ന് ഫ്രീ ആകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല പാസ്റ്റിൽ. അപ്പം പക്ഷേ നിങ്ങളതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തി എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തി പറയുന്നത് മാത്രം കേട്ട്, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾക്ക് മാത്രം, ആ ഒരു ആളിൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം നിങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 ഓഫ് കപ്സ് ആണ്. സ്വപ്നങ്ങളിലൊക്കെയും ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വേറെ ഒരു കാര്യത്തിനും, നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു കാര്യത്തിനും നിങ്ങൾ ഒരു പ്രാധാന്യവും കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ കരിയറിനോ നിങ്ങളുടെ ഫിനാൻസിലോ ഒന്നും തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമാണെന്നാണ് കാണുന്നത്. 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് കൊടുത്തത് ആ ഒരു വ്യക്തി തിരിച്ച് തന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത്രമേൽ ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്ക് പരസ്പരം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് വളരെ സ്നേഹത്തിൽ പോയിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു സർക്കിളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇതിൽ കംഫർട്ടബിൾ ആയിരുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിലും ആ ഒരു സർക്കിളിലും നിങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷൻ ഉണ്ട്, സോൾമേറ്റ് ആണ്. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രത്യേക വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് മാത്രമല്ല, ആ ഒരു വ്യക്തിക്കും അതേ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ശരിക്കും ഒരു പരസ്പരം ഒരു വലിയ ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. 6 ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കാം, ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, ജെനുവിൻ ആയിരുന്നു എന്ന് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളോടും തീർച്ചയായിട്ടും ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു ഇയാളിന്. കാരണം അതാണ് ആ ഒരു ഹൃദയത്തിൽ നിന്നും ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അതിൽ വേറെ കളങ്കമൊന്നും ഇല്ലാത്തൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ആ ഒരു വ്യക്തിയോട് നിങ്ങൾ കമ്മിറ്റഡ് ആയിരുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം അനുസരിച്ച് നിങ്ങൾ സ്വയം ഒരു ട്രാപ്പിലായി ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനകത്ത് മാത്രം ജീവിച്ചു. ഈ ആളും നിങ്ങളും മാത്രമുള്ള ഒരു ലോകത്തിലേക്ക് നിങ്ങൾ ഒതുങ്ങിക്കൂടി എന്നാണ് കാണുന്നത്. പുറത്തൊരു ലോകമുണ്ടെന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇഷ്ടമില്ലാതിരുന്നു. കാരണം നിങ്ങൾ അങ്ങനെ മാത്രം ജീവിച്ചു. അതാണ്
പാസ്റ്റിലുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആയിരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും അതിൽ ഡിസ്കംഫർട്ട് തോന്നിയിട്ടില്ല, ഒരു ദേഷ്യമോ ഇത് പോരാ എന്നോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. കാരണം നിങ്ങളതിൽ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പം വേറെ ഒരു പുറത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് ആവശ്യമായിരുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളതിൽ വളരെ സന്തോഷത്തിലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് പോയത് എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്ക് ഇത് ഒരുപാട് മുന്നേ ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും കേട്ടോ, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരായിരിക്കാം ചില ആൾക്കാർക്ക് കേട്ടോ, അല്ലെങ്കിൽ ഇത് കുറേയധികം നാള് കൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇത് പെട്ടെന്ന് വന്നൊരു റിലേഷൻഷിപ്പ് അല്ല, ഇത് മാത്രമല്ല ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അതായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്. ഇനി പ്രസന്റ് നോക്കാം. പ്രസന്റിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം. പേജ് സോഴ്സ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. Eight of Cups, Knight of Cups, Ten of Pentacles, Page of Swords, Temperance, Knight of Cups, ബോട്ടം ഐസ് ഓഫ് സോഴ്സ് ആണ്. അപ്പം ഇതില് ഇപ്പൊ പ്രസന്റിലി ഉള്ള കാര്യം എന്ന് വെച്ചാൽ പേജ് ഓഫ് സോഴ്സും പേജ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി പുതിയതായിട്ട് എന്തോ കാര്യങ്ങൾ തുടങ്ങിയെന്ന് കാണുന്നുണ്ട്. ഒന്നുകിൽ ഇവര് പുതിയതായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു ഇതിൽ നിങ്ങളെ വിട്ടിട്ട് പോയി എന്ന് കാണുന്നുണ്ട്. 8 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതിൽ ഒരാളെ വിട്ടിട്ട് പോയി. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു എന്നാണ് കാണുന്നത്. ശരിക്കും ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നത് തന്നെയാണെന്ന് കാണുന്നുണ്ട്. ഇതിൽ ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ഉപേക്ഷിച്ച് ആ വ്യക്തി വേറൊരു കാര്യത്തിലേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഇതൊരു പുതിയ സംരംഭം തുടങ്ങിയെന്ന് കാണണമല്ലോ. ചിലപ്പോൾ അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വേറൊരു നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, വേറൊരു രാജ്യത്തേക്ക് പോയി അവിടെ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാര്യത്തിൽ ശരിക്കും നിങ്ങളെ വിട്ടിട്ട് പോയി എന്നാണ് കാണുന്നത്. ഒരു നൈറ്റ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആളിന് പുതിയ ഒരു പ്രണയം തുടങ്ങി എന്നുള്ളതാണ്. പുതിയൊരു പ്രണയം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ വേറൊരാൾ ഇയാളുടെ പിറകെ വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി വേറൊരാളിൻ്റെ പിറകെ വളരെ പ്രേമത്തോടെ പോയി എന്ന് കാണുന്നുണ്ട്. ശരിക്കും ഒരു തീവ്രമായ പ്രണയത്തോടു കൂടി വേറൊരു വ്യക്തിയിലേക്ക് ഈ ആള് പോയി എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ ഈ ആള് കൂടെ ഈ ആളിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗോ അല്ലെങ്കിൽ കൂടെ പഠിച്ച ആരോ ഒരാൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ ഇവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നിരിക്കാം, ഈ ഒരു സമയത്ത് അവർ വീണ്ടും റീകണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഇവർ പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് കാണുന്നത്. ശരിക്കും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി എന്ന് തന്നെ കാണുന്നത്. 10 ഓഫ് പെന്റക്കിൾ ആണ്. ചിലപ്പോൾ അവർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് അവർ പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൃഢമായ ഒരു ബന്ധത്തിലേക്ക് ഈ വ്യക്തി വേറെ ഒരാളുമായിട്ട് പോയി എന്ന് കാണുന്നുണ്ട്. അത് പേജ് ഓഫ് വാൺസ് ആണ്. ഇവർ ശരിക്കും അത് എൻജോയ് ചെയ്തു എന്നാണ് കാണുന്നത്. നിങ്ങളെ ആ വ്യക്തി മറന്നുപോയി എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയി, അവർ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് കാണുന്നത്.
അവരൊരു ഫാമിലി പോലെ ജീവിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുമായിട്ടൊരു ഇത് ഒരു നിങ്ങളെ വിട്ടിട്ട് പോയി, അങ്ങനെയാണ് കാണുന്നത്. ടെമ്പറൻസ് ആണ്. അപ്പോൾ ടെമ്പറൻസ് എന്ന് പറയുമ്പം ബാലൻസ് ആണ്. അപ്പോൾ ഈ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം ഈ ആള് മറന്നുപോയി. അപ്പോൾ ഇതിലൊരു ഷാഡോ ഉണ്ട്. അയാളിപ്പോൾ നമ്മൾക്ക് ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ തന്നെ ഒരു ഷാഡോ നമുക്കുണ്ട്, എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. അതുപോലെ ഈ വ്യക്തിക്കും ഉള്ള ഷാഡോ കുറച്ച് നമുക്ക് ലൈറ്റ് സൈഡിനേക്കാളും ഷാഡോ കുറച്ച് കൂടുതലായിരുന്നിരിക്കാം. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ സന്തോഷം കൂടുതൽ കണ്ടെത്തി. അവർക്ക് അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, ചില കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു കാര്യം വളരെ ലൈറ്റായിരുന്നു എന്നാണ് കാണുന്നത്. അതിൽ നെഗറ്റീവ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലായിരിക്കാം. അപ്പോൾ ഈ ആളിന് ഈ ഒരു ആളിൻ്റെ ഷാഡോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി വേറൊരു ലൈഫിലേക്ക് പോയി എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളിപ്പോഴും പ്രസന്റിലുള്ള ഒരിതാണ്, നിങ്ങളിപ്പോഴും ആ വ്യക്തി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നൈൻ ഓഫ് വൺസിന്റെ എനർജിയാണ്. നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ആളിനെ മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. 5 ഓഫ് പെന്റക്കിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കും നിരാശയാണ്, നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ്. ഈ ആള് വേറെ പോയെങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും ആ ആളിനെ വിട്ട് കളയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പം ഡേ ടു ഡേ ലൈഫ് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കാം, എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിന്ന് പുറത്തു പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 7 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴാണ് ആ വ്യക്തി ഈ തിരഞ്ഞെടുത്ത കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് 7 ഓഫ് കപ്സ് പറയുന്നത്. ആ ആളിന് കുറേയധികം ചാൻസ് ഉണ്ടായിരിക്കാം, ചോയ്സസ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ ആള് തിരഞ്ഞെടുത്ത ഒരു കാര്യം എന്തായിരുന്നു, അപ്പോൾ അത് വേണ്ടതായിരുന്നോ വേണ്ടാത്തതായിരുന്നോ, അതിൽ പാമ്പായിരുന്നോ അല്ലെങ്കിൽ സ്വർണ്ണമായിരുന്നോ എന്നൊക്കെ ആ ആളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ശരിക്കും ആ ആള് ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് അറിയാമായിരിക്കും എന്തായാലും. കാരണം നിങ്ങൾ ഇപ്പോഴും ആ ആളിനെ സ്നേഹിക്കുന്നു എന്ന് ചിലപ്പോൾ ആ ആളിന് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആളിപ്പോൾ ഒന്ന് റീതിങ്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം അവിടെ നിന്ന് എന്തൊക്കെയോ ഈ ആളിന് പഠിക്കാനുണ്ടായിരുന്നു. ഈ ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ആളിന് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം നടന്നപ്പോൾ ആളിപ്പോൾ ആക്ഷൻ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളെ എന്ത് ചെയ്യണം എന്നായിരിക്കും ആള് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹെർമിറ്റാണ്. ഇപ്പോൾ കുറച്ച് തിരിച്ചറിവൊക്കെ വന്നു. ഇപ്പോൾ ഇതിൽ ഒരു പേജ് ഓഫ് സോഴ്സും പേജ് ഓഫ് ഫാൻസും ഒക്കെ വന്നിട്ടുണ്ട്. വളരെ 10 ഓഫ് പെന്റക്കിളും വന്നിട്ട്. അപ്പോൾ ഇവര് ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അവർ ഒരുപാട് എൻജോയ് ചെയ്തു. ശരിക്കും അങ്ങനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുന്നത് പറയുന്നതാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ആള് വേറൊരു മോഡിലാണുള്ളത്. കാരണം ഹെർമിറ്റ് മോഡിലാണ്. ഒന്നും അല്ല എന്ന് തിരിച്ചറിവ് ഏതോ ഒരു നിമിഷത്തിൽ ആളിന് വന്നിട്ടുണ്ടായിരിക്കും. കാരണം 7 ഓഫ് കപ്സ് ആണ്. ഒന്നുകിൽ ആ തേർഡ് പാർട്ടിക്ക് വേറെ ചോയ്സ് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി വേറെ ഏതൊക്കെയോ ചോയ്സുകളിൽ പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനെയും പറയാട്ടോ. ഈ രണ്ട് കാര്യവും പറയാം. ഈ ആളിന് തിരിച്ചറിവ് വന്നത് അങ്ങനെയായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടി ചോയ്സ് ഉണ്ടെന്ന് അറിഞ്ഞതും വരാം. അതല്ലെങ്കിൽ തന്നെ വേറെ കുറേ അധികം ചോയ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നും കാണുന്നുണ്ട് ഇയാൾ. പക്ഷേ അങ്ങനെ കുറേ എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് ഇയാളിന് മനസ്സിലായത് ഇതൊന്നും ഒരു കാര്യമല്ല, എന്താണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ ഇയാൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അതാണ് ഹെർമിറ്റ് ആയത്. അപ്പം പൊതുവെ ഇപ്പോൾ ഈ ഒരു ലൈഫിൽ ആ ആളിന് വലിയൊരു താല്പര്യമൊന്നും ഇല്ല എന്നാണ് പ്രസന്റിൽ. ആളിന്
ഈ ഒരു എൻജോയ്മെൻറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല, അങ്ങനെയാണ് കാണുന്നത്. അതാണ് പ്രസൻറ്റ് സിറ്റുവേഷൻ. നിങ്ങൾ പക്ഷേ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് അല്ല ആയിട്ട് എടുക്കുന്നില്ല, കാരണം ഫയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ റീഡിങ് വളരെ നീണ്ടുപോകും, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ നാളെ ആണെങ്കിൽ നിങ്ങൾ പാസ്റ്റിൽ എന്തായിരുന്നു, പ്രസൻറ്റ് ഫ്യൂച്ചർ നിങ്ങളുടേത് മാത്രം ഞാൻ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണം കേട്ടോ. അത് അങ്ങനെ പാസ്റ്റും പ്രസൻറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ റോൾ അത് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് ചെയ്തേക്കാം. അപ്പോൾ അതാണ്. പക്ഷേ നിങ്ങളിപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് നിങ്ങൾക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നിനും പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു പെയിനാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആ സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ വ്യക്തി പോയതെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ആ ഒരു പെയിൻ ആണ് ഇപ്പോഴും, അതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ആൾ ഒരു കർമ്മിക് മോഡിലാണ്. തീർച്ചയായിട്ടും നിങ്ങളും ചിലപ്പോൾ ഒരു ദൈവികമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ തിരിഞ്ഞ് നിങ്ങൾ ചിലപ്പം ഒരു ശരിക്കും ഒരു സ്പിരിച്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ കഴിഞ്ഞു എന്നാണ് കാണുന്നത്. പക്ഷേ ഈ ആള് ഇപ്പോൾ കുറച്ച് തിരിച്ചറിവൊക്കെ വന്നിട്ടുണ്ട്. ഈ എൻജോയ്മെൻറ്റിലൊന്നും കാര്യമില്ല, ഇതൊക്കെ ഒന്നും ശാശ്വതമല്ല എന്നൊരു തോന്നൽ ഈ ആളിനുണ്ടായി, അതാണ് കാണുന്നത്. അടുത്ത നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് നോക്കാം. ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ 9 ഓഫ് പെൻറ്റക്കിൾ ആണ്, ഏസ് ഓഫ് പെൻറ്റക്കിൾ, 7 ഓഫ് പെൻറ്റക്കിൾ, 8 ഓഫ് പെൻറ്റക്കിൾ, കിങ് ഓഫ് കപ്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, മജീഷ്യൻ, ബോട്ടം 3 ഓഫ് പെൻറ്റക്കിൾ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോണത്, നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് ഇതിൽ കണ്ടത് പ്രസൻറ്റിൽ. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയായി നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കൂടുതൽ കരിയറിലേക്ക്, നിങ്ങളുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ ചില കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആകും എന്നാണ് കാണുന്നത്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിളാണ്. ശരിക്കും പുതിയ പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ പ്ലാനിങ്ങിലുണ്ടായിരിക്കും അത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് പുതിയ പുതിയ പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ ഈ ആളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ആള് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം പ്രസൻറ്റിൽ നിങ്ങളാണ് ആ വ്യക്തിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി വരും, എന്തെങ്കിലും വന്നെങ്കിൽ എന്നുള്ളൊരു വെയിറ്റിംഗ് നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിയൊക്കെ മാറ്റിയിട്ട് നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. അപ്പോൾ കാരണം നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു, നിങ്ങൾ സഫിഷ്യൻ്റ് ആയി എന്നാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങളെ അവർ വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഉയർച്ച അവർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങളും വെയിറ്റ് ചെയ്യുന്നു. എന്താണ്, മറ്റുള്ളവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരിങ്ങനെ നിങ്ങൾക്ക് ഒരു വാശി പോലെ തോന്നുന്നുണ്ട്.
മറ്റുള്ളവരൊന്ന് കാണണം എന്ന്, എൻ്റെ എഫേർട്ട് എന്താണെന്ന് മറ്റുള്ളവർ കാണണം എന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു മോഡിലായിരിക്കും നിങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നത്. പിന്നെ മജീഷ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ നിങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളത് പുറത്തെടുക്കാൻ തുടങ്ങും. നിങ്ങളിൽ കൂടുതൽ വിശ്വാസം വരും നിങ്ങൾക്ക്. നിങ്ങൾ നേരത്തെ നിങ്ങളെക്കാളുപരി നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ മാജിക്കൽ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെല്ലാവരെയും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് പൈലിലുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ ഒരു കഴിവ് ഉപയോഗിച്ച് നിങ്ങളത് തിരിച്ചറിയുന്നു. നിങ്ങളാ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് കപ്സ് ആണ്. വളരെ ഗ്രൗണ്ടഡ് ആണ്. ഒരു അഹങ്കാരം ഒന്നുമില്ലാതെ നിങ്ങൾ വളരെ കാമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ കയ്യിലെത്തിയിട്ടും നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രസൻറ്റിലെ എല്ലാ അവസ്ഥകളും മാറി ഒരു ഫുള്ളി ചേഞ്ചാണ് വരുന്നത്. ഡെത്ത് എന്ന് പറയുമ്പം ഒരു ഫുൾ എൻഡിങ് ആണ് വരുന്നത്. കാരണം നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിയൊക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ അതാണ് ഏറ്റവും സന്തോഷമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. പിന്നെ അതിലുപരി ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർണ്ണമായും തിരിച്ചു വരാനൊരു തയ്യാറെടുപ്പ് എടുക്കുകയും അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു തിരിച്ചു വരവ് നടത്തുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. ഈ ജഡ്ജ്മെന്റ് വരുമ്പം ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം വേണോ വേണ്ടയോ എന്ന്. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണം എന്നൊരു ആഗ്രഹവും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങളിത് എൻഡ് ആക്കാനാണ് സാധ്യത. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ പൂർണ്ണമായും എൻഡ് ആക്കാനായിരിക്കും സാധ്യത. കാരണം അതിലൊരു ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു ചിന്തയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഫസ്റ്റ് പെയിൽ എടുത്തവർക്ക് കുറേയധികം ആൾക്കാർക്ക്. ഞാൻ പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കണം എന്നില്ല. പക്ഷെ കുറേ കൂടുതൽ ആൾക്കാരും ഇങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പം നിങ്ങൾ സെക്യൂർഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ സക്സസ് ആകുമെന്ന് തന്നെ കാണുന്നുണ്ട്. അപ്പം മറ്റുള്ളവർ നിങ്ങൾ ശരിക്കും നിങ്ങളൊരു മജീഷ്യനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. കാരണം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആൾക്കാരാണ് നിങ്ങൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു ജഡ്ജ്മെന്റ് വരുന്നുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിനും നിങ്ങളുടെ വേദനയ്ക്കും ഒക്കെ ഉള്ളൊരു ജഡ്ജ്മെന്റ് വരും ഫ്യൂച്ചറിൽ. ചിലപ്പോൾ ഇപ്പോഴും അത് വന്നിട്ടുണ്ടായിരിക്കില്ല. ഫ്യൂച്ചറിൽ അത് വരണമെങ്കിൽ ഈ ഒരു ജഡ്ജ്മെന്റ് വരണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്യൂച്ചറിൽ ഒരു ജഡ്ജ്മെന്റ് വരണ സമയത്ത് ചിലപ്പോൾ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കൊരു കാർഡ് കൂടി എടുത്ത് അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. നിങ്ങളെ ആ ആളിനെ സ്വീകരിക്കുമോ? അല്ല, സ്വീകരിക്കാൻ സാധ്യതയില്ല കേട്ടോ. നിങ്ങൾക്ക് 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ആ ആളിനൊരു വിഷമം വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ എംപ്രസ് എനർജിയിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ആളിനൊരു നിരാശ ഉണ്ടാക്കാനാണ് സാധ്യത. നിങ്ങൾ ആ ആളിനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വേണമെന്ന് നിങ്ങൾ തിരിച്ചെടുക്കാൻ സാധ്യതയില്ല, കുറവാണ്. അങ്ങനെയാണ് കാണുന്നത്. മറ്റേ ആളിന് ഒരു നിരാശ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതിൽ ഒരു കാർഡ് കൂടി വീണ് 10 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡായി എന്ന് കാണുന്നുണ്ട്. ഒരുപാട് ഒരു സ്ട്രഗിൾ ചെയ്ത് നിങ്ങളൊരു വിജയം ഉണ്ടാക്കി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് വിട്ടുപോകുന്ന ഒരവസ്ഥയാണ്. ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായും വേണ്ടാന്ന് വെക്കും എന്നാണല്ലോ കണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. അപ്പോൾ അതിലായിരിക്കും ഈ ആളിനൊരു നിരാശ വരുന്നത്. 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് പൈൽ എടുത്ത ആൾക്കാരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ. അപ്പോൾ ഇത്
പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ ചിലപ്പം നിങ്ങൾ സെക്കൻഡ് പൈൽ കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടാ. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ സാഹചര്യം ഇതല്ല എങ്കിൽ നിങ്ങൾ സെക്കൻഡ് പൈൽ ഒന്ന് കണ്ടു നോക്കുക, ചിലപ്പോൾ അത് നിങ്ങൾക്ക് റെസണേറ്റ് ആകും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഫസ്റ്റ് പയൽ ബൈ. ഓക്കെ, അടുത്ത് ഇനി സെക്കൻഡ് പയലിൻ്റെ റീഡിംഗ് ആണ്. സെക്കൻഡ് പയലിൽ ഈ ഒരു പെർഫ്യൂം എടുത്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചറാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാസ്റ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. Past, Swords, Ten of Cups, Three of Swords, Nine of Wands, Hermit. അപ്പോൾ ഇതില് ഈ ഒരു ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈലിന്റെ ഇതില് കിങ് ഓഫ് സോർട്സും ടെൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇതൊരു കൂടുതൽ ആൾക്കാർക്കും ഇതൊരു ഫാമിലിയാണ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ്. കാരണം ടെൻ ഓഫ് കപ്സ് വന്നപ്പോൾ ഒരു ഹാപ്പി ഫാമിലി ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് നല്ല ഈഗോ ഉള്ള ആൾക്കാരായിരുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ വളരെ സന്തോഷത്തിൽ ജീവിച്ചു പോയി എന്ന് തന്നെയാണ് കാണുന്നത്. ഈഗോ ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടത്തി തരുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ നന്നായിട്ടാണ് ജീവിച്ചത് എന്നാണ് കാണുന്നത്. ടെൻ ഓഫ് കപ്സ് അതാണ് പറയുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ഫാമിലി ആയിട്ടാണ് ജീവിച്ചത് എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു ത്രീ ഓഫ് സോർട്സിൻ്റെ എനർജി വന്നു, ഒരു തേർഡ് പാർട്ടി വന്നു എന്ന് കാണുന്നുണ്ട്. മേ ബി ഈ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയുടെ ഒരു ഫാമിലി ആയിരിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം വന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊരുപാട് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കി. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആകേണ്ടി വന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർ ഇതൊരു ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു സെപ്പറേറ്റഡ് ആയ എന്ന പോലെ താമസിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നയൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ് വന്നത്. അപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ ഈ ആളിനെ കുറേ കാലം മുന്നേ ഇത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പാസ്റ്റിൽ തന്നെ ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ചെയ്ത് നിങ്ങളൊരു സന്യാസിയെ പോലെ ജീവിക്കാൻ തുടങ്ങി എന്നാണ് കാണുന്നത്. ചിലപ്പം നിങ്ങൾ ഈ ലൗകികമായ ഈ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു വളരെ ഭക്തി മാർഗത്തിലേക്ക് പോയി എന്നാണ് കാണുന്നത്. സെക്കൻഡ് പൈലിൻ്റെ പാസ്റ്റ്. ഇനി പ്രസന്റ് നോക്കാം. പ്രസന്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫോർ ഓഫ് സോർഡ്സ്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾ, സെവൻ ഓഫ് വാൻഡ്സ്, ത്രീ ഓഫ് കപ്സ്, ടെൻ ഓഫ് വാൻഡ്സ്, ടു സോർഡ്സ്, ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രസൻറ്റിൽ
നിങ്ങൾ ഒരു നിങ്ങൾ വേറെ ഒരു കാര്യവും ചെയ്യാനില്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ. ആദ്യം നിങ്ങൾ വളരെ ആക്റ്റീവ് അല്ലാതെ ഈ ഒരു കാര്യം നിങ്ങൾ വിട്ടിട്ട് പോയപ്പോൾ, നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾ വളരെ ആക്റ്റീവ് ആകാൻ പറ്റാതെ ഇരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ശരിക്കും പെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ അത് ഹീൽ ചെയ്തു എന്നാണ് കാണുന്നത്. ടെമ്പറൻസ് ആണ് വന്നത്. ടെമ്പറൻസ് ഒരു ഹീലിങ്ങിൻ്റെ കാർഡാണ്. ഒരു ഈ ഒരു ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മുൻകൈ എടുത്തേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്കൊരു ബോധം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കുണ്ടായ ആ ഒരു പെയിൻ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഭക്തിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കും. കാരണം ഹെർമിറ്റ് അതാണ് പറയുന്നത്. അപ്പോൾ പാസ്റ്റിൽ തന്നെ നിങ്ങൾ ആ ഒരു സ്പിരിച്വലിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ മെഡിറ്റേഷനും പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും ഒരു ദൈവവിശ്വാസത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കാര്യം, ഈ ഒരു പെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറേ കാലം നിങ്ങൾ ഒളിച്ചോടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പിന്നീട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഒളിച്ചോട്ടം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഇത് ഹീൽ ചെയ്താലേ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളത് ഹീലിംഗ് ചെയ്തു എന്നാണ് കാണുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ആയി. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ അതിനുള്ള ഒരു എഫേർട്ട് ഇട്ടുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫാമിലിയുടെ മുഴുവൻ ചുമതല നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരിക്കാം. ഈ ഒരു ചുമതല മുഴുവൻ നിങ്ങളിലേക്ക് ഏറ്റെടുത്തു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സിൻസിയറായിട്ട് ചെയ്തു എന്നാണ് കാണുന്നത്. ശരിക്കും എഫേർട്ട് എടുത്തു. നിങ്ങൾ ചിലപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, ബാക്കി വീട് വെച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കാൻ നിങ്ങൾ എഫേർട്ട് എടുത്തു. ആദ്യം നിങ്ങൾ മിണ്ടാതിരുന്നു എങ്കിലും, ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നു എങ്കിലും നിങ്ങൾ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ഇതിലും വന്നിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പൈലിലും അത് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് ഫസ്റ്റ് പൈലും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിൽ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഒന്നുകിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാത്തിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ കാത്തിരിപ്പിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി ഈ ഒരു കാര്യം കൊണ്ടു നടന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ഉണ്ടായിരുന്നാൽ, ഈ പെയിൻ ഉണ്ടായിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് സന്തോഷമായിട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങളിത് പൂർണ്ണമായി ഹീൽ ചെയ്തു. നിങ്ങളിലേക്ക് ഒതുങ്ങി എന്നാണ് കാണുന്നത്. പിന്നെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾക്ക് ഈ സമയം കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ജോലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ ഒരു ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ഇതെല്ലാം ഈ ഒരു ബ്രേക്കപ്പിന് ശേഷമാണ് എന്നാണ് കാണുന്നത്. ചിലപ്പോൾ പലപ്പോഴും ഇതിലുള്ള ആൾക്കാർ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരുന്ന വീട്ടമ്മമാരും ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ, അത് സ്ത്രീകളുടെ കാര്യം പറഞ്ഞതാണ് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ട്. അത് പുരുഷന്മാരാണെങ്കിൽ അവർ ഇപ്പോൾ ഇതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ലേഡി ആണെങ്കിൽ പുരുഷന്മാർ നല്ല സന്തോഷമായിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്താണ് പുരുഷന്മാരായിരിക്കാം കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ തന്നെ ഏറ്റെടുത്തു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കുവാൻ പറ്റൂല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഏറ്റെടുത്തു എന്നാണ് കാണുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻ വന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ മുമ്പ് ഒരു ലൈഫ് സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ പല അബദ്ധങ്ങളും നിങ്ങൾക്ക് പറ്റിയെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പല കൺഫ്യൂഷനും വന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാം നിങ്ങൾ തരണം ചെയ്തു. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് കാണുന്നത്. 10 ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത്, ഈ പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട്. പക്ഷെ ആ സമയവും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് എന്നാണ് കാണുന്നത്. ആ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്കില്ല, പക്ഷേ
ആ വ്യക്തി നേരത്തെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു തേർഡ് പാർട്ടി മൂലമായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതായി പോയത്. അതൊരു ഫാമിലി ആയിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ്, അവരുടെ ഫാമിലിയുടെ കൂടെ തന്നെയാണ്. അങ്ങനെയല്ല ഈ ഒരു കാര്യം, ഇത് ഒരു കരിയർ ആണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു കരിയറായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ അവർ അത് ഒരു വർക്ക് ഹോളിക്കായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം, അവർ അതിൽ സംതൃപ്തി കണ്ടെത്തുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ പുറത്ത് ഒരു തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയോടൊപ്പം തന്നെയാണ് ഇപ്പോഴും എന്നാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് വാൻസിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ നല്ല പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു ഉത്തരവാദിത്വം മുഴുവൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ബോധം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പ്രണയത്തിന്റെ ഓർമ്മകളൊക്കെ നിങ്ങൾ അതൊന്ന് മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം ഇത് ആൾറെഡി ഹീൽ ചെയ്തല്ലോ. അപ്പം നിങ്ങൾ മായ്ച്ചു കളഞ്ഞു എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. അപ്പം ഇതിൽ കിങ് ഓഫ് പെന്റക്കിൾസിൽ നിങ്ങൾക്ക് ചിലപ്പം അഡ്വൈസ് തരാൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളെ ഏറ്റവും വിശ്വസിക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നതാണ് ഈ ഒരു ഡോഗിനെ ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഉയർന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ആയിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തും ആയിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റി. നിങ്ങൾ പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അതാണ് കണ്ടത്. ഇനി നിങ്ങളുടെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് നോക്കാം. 6 ഓഫ് സോർഡ്സ്, ഹാങ്ഡ് മാൻ, ഹയറഫന്റ്, 9 ഓഫ് പെന്റക്കിൾ, 4 കാർഡ്. ഇതില് നിങ്ങൾ ഈ ഒരു സെക്കൻഡ് പൈല് തിരഞ്ഞെടുത്ത ആൾക്കാർ ചിലപ്പോൾ ചില ആൾക്കാരെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി സെറ്റിലാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഒന്നുകിൽ നിങ്ങളായിരിക്കാനാണ് സാധ്യത, ചിലപ്പോൾ ആ വ്യക്തിയായിരിക്കും. പക്ഷെ കൂടുതലും മെജോറിറ്റി ഇത് നിങ്ങളുടെ ഒരു എനർജിയാണ് ഇതിൽ കിട്ടിയത്. നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോയി എന്നാണ് കാണുന്നത്. കാരണം ഇതിൽ 3 ഓഫ് വാൻസും 6 ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ഗൈഡൻസിൽ, ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അങ്ങനെ ആ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യമായിരിക്കാം. അങ്ങനെ നിങ്ങൾ അങ്ങനെ പോകും എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്റ്റക്കാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സ്റ്റക്കാണ്, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് അവർ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. പിന്നെ അവർ ഒരു പുതിയ വിഷനോട് കൂടി അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഫിഗർ തന്നെയാണ്. കാരണം ഇത് അങ്ങനെ തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഇവർ തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലും ആയി എന്നാണ് കാണുന്നത്. ഇതൊരു അവർ ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും ഫ്യൂച്ചറിൽ ഇവരുടെ കൂടെ കാണാനേ സാധ്യതയില്ല. ഇവർ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആയി പോകും എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ വേറൊരിടത്തേക്ക് പോകാൻ നിങ്ങൾ തീരുമാനിച്ചു. ഇതിൽ കുറേയധികം ആൾക്കാർക്കും അതിൽ പോകും. ഒന്നുകിൽ ഈ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോകുമായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് കാണുന്നത്. 9 ഓഫ് പെന്റക്കിൾ ആണ്. അപ്പം നിങ്ങൾ
സെൽഫായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. നിങ്ങളങ്ങനെ ചെയ്തു. ചിലപ്പോൾ ചില ആൾക്കാർ ബിസിനസ് ആയിരിക്കും, അല്ലെങ്കിൽ ജോലിയുള്ളവരൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സും കൂടി ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ അതൊരു ഓൺലൈൻ ബിസിനസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അവർക്ക് നല്ല ഇൻകം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഫുൾ കാർഡാണോ അത് ഒരു പുതിയ തുടക്കം. നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ജീവിതം നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങുന്നു. കാരണം ഈ ഒരു 2 റീഡിങ്ങിലും ഇതിൽ കണ്ടത് സെയിം എനർജിയാണ്. നിങ്ങൾ ഒരുമിച്ച് പോകുന്നതല്ല. കാരണം ഈ ഒരു വലിയ സെപ്പറേഷൻ നിങ്ങളെ ശരിക്കും പെയിനിലൂടെ കൊണ്ടുപോയി നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് പിന്നെ ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ന്യൂ ഐഡിയാസ് വരും എന്നുള്ളതാണ്. പുതിയ ഐഡിയ, നിങ്ങൾക്ക് എന്താണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്നുള്ള കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ മതി നിങ്ങൾക്ക്. മാത്രമല്ല പുറത്തുനിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. പിന്നെ 7 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് നോക്കാം എന്താണെന്ന്. ആരെയാണ് വെയിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേറെ തീരുമാനങ്ങളുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പോകുന്നു. അത് നിങ്ങളങ്ങനെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ ഫ്യൂച്ചർ എന്താകും എന്ന് നോക്കാം. നിങ്ങൾ ഒരുമിക്കുമോ എന്ന് നോക്കാം. 8 ഓഫ് വൺസ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വളരെയധികം ഒരു പ്രാധാന്യമൊന്നും കൊടുക്കാൻ സാധ്യതയില്ല ഫ്യൂച്ചറിലും. ലവേഴ്സ് കാർഡ്. പക്ഷെ അവരിങ്ങനെ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കും എന്നാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരാൻ അവർ ഒരുപാട് ആഗ്രഹിക്കും. ലവേഴ്സ് അതാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ തിരക്കി പോകുമ്പോൾ അവർക്ക് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊരു ചിന്ത അവർക്ക് വരും. ലവേഴ്സ് കാർഡാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്. ഇതിലത് പ്രായമൊന്നും കണക്കല്ല കേട്ടോ, അത് കണക്കാക്കണ്ട. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ നോക്കി പോകും എന്ന് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നൊരു സംഭവം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. ലാസ്റ്റ് പേജ് സോഴ്സിൻ്റെ എനർജിയാണ്. ഒരു പുതിയ തുടക്കം ഉണ്ടാകും എന്തായാലും. ഈ റിലേഷൻഷിപ്പിൽ അവർ ശരിക്കും നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരും. ഒരു പുതിയ തുടക്കം സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത്. ഇതിൽ ഫുൾ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പഴയ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടൊരു തുടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നോക്കട്ടെ. വീൽ ഓഫ് ഫോർച്യൂൺ. കാലം നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ കാലം കണക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതിനുള്ള ഒരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാലം നിങ്ങളെ ഒരുമിപ്പിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു 6 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു കാർഡ് കൂടി നമുക്ക് നോക്കാം. സൺ കാർഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മൾ റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള റീഡിംഗ് അല്ല എടുത്തത്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ തന്നിരിക്കുന്നത് സണ്ണാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് കാലമാണ്, സമയമാണ്, കർമ്മയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യനെ കൊണ്ടുവരും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ഒരുമിച്ച് തന്നെ പോകാൻ പറ്റും. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യും എന്തായാലും. അത് നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ തന്നെ എനർജിയാണ്, അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. കൂടുതൽ ആൾക്കാർക്ക് ഇതൊരു ഒരുമിച്ച് തന്നെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് അവർക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാൻ സാധ്യതയില്ല, അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എങ്കിൽ ദയവായിട്ട് നിങ്ങളതൊരു കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് അറിയൂ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ കറക്റ്റ് ആണോ, ഫ്യൂച്ചറിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. ഒരുപാട് സ്നേഹത്തോടെ നന്ദി.